ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മദ്യപാനിയും ഡ്രങ്കൻജിയും വീണ്ടും വെള്ളം അടിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്നത്തെ കമ്പനിക്കാരൻ ബൂമാണ്. ബൂം നമ്മുടെ ചാനലിൽ ഒരുപാട് കാലഘട്ടം ഒരുപാട് തവണ പല രൂപത്തിൽ, ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും മാറി മാറി പ്രത്യക്ഷപ്പെട്ട അതേ കമ്പനിക്കാരൻ ബൂം. കാരണം ഇന്ന് ബൂം എന്ന് പറയുമ്പോൾ റിവ്യൂ ഒന്നുമല്ല, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വെള്ളം അടിക്കുകയും വേണം, അല്ലെ മിസ്റ്റർ ഡ്രങ്കൻജി? അതുകൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങിക്കാം. നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് കടപ്പെടും. നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ല. നമ്മുടെ പരിപാടി എന്ന് പറയാൻ ഇതാണ്, അല്ലേ? പിന്നെ അല്ലാതെ ഇനി എന്താ താമസം? എന്ത് ടെക്നിക്കല്ല കാഴ്ച, അതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അതിൽ പതപ്പിക്കും. പണി തുടങ്ങിയാലോ? കലാപരിപാടികൾ തുടങ്ങാൻ കാഴ്ച. മിസ്റ്റർ ഡ്രങ്കൻ, എന്റെ ഗ്ലാസ് ഒന്നും വേണ്ടേ? എടുത്ത് പതപ്പിക്കാൻ പോയിരുന്നു. ബുദ്ധിമുട്ടാ എന്നാ അങ്ങനെ തന്നെ കുടിക്കണു. അതെ, ഒരുപാട് ഏത് കയറുന്നവർ. ഓഹോ, ഇതാകുമ്പോ പിന്നെ എനിക്ക് കുഴപ്പമില്ല. അമൃത് വീടുന്ന പോലെ ഡ്രങ്കൻസിക്കൊക്കെ അമൃതാണ്. അല്ല, എന്താ ഇന്ന് ബിയർ അടിക്കാന്ന് വിചാരിച്ചെന്താന്നറിയാം. ആ ബെർമോഡയും ജവാനും അതെ അതെ, അതിന്റെ ഒക്കെ ഉള്ളിൽ ഇപ്പോഴും ആ എഫക്ട് കിടക്കും അല്ലേ? അതെ, അതുകൊണ്ടാണ്. ഓക്കെ, ജവാനെ മറക്കാൻ വേണ്ടി ഒരു വെള്ളമടി അടിച്ചോളൂ. ജവാനോടുള്ള പ്രതികാരം. യെസ്, പുള്ളി ജവാനാണോ ബെർമോഡയാണോ മറക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയാൻ പാടില്ല. എന്തായാലും പരിപാടിയാണ്. മറന്ന അല്ല, ജവാനും ബെർമോഡയൊക്കെ മറന്നാന്ന് ചോദിച്ചു. ജവാൻ അടിച്ച് ജവാന്റെ എഫക്ട് ഒന്ന് മറക്കുന്ന ആ മണം പോലും പോകുന്നതിന് മുമ്പാണ് അതിനേക്കാളും അവൻ ജവാന്റെ ചേട്ടനെ അടിച്ചത് ബെർമൂഡ. അത് അതിനേക്കാളും വലിയ കട്ടറമാണെന്ന് ഞാൻ വീഡിയോക്ക് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെയും കൂടെ സ്മരണ മറക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ ചെറിയൊരു ബിയറിൽ ഒതുക്കിയത്. ഇന്ന് വേറെ സാധനമായിരുന്നു ആക്ച്വലി ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അതെന്താണെന്ന് ഇപ്പൊ പറയത്തില്ല. ആ കമ്പനിക്കാരനെ റിവ്യൂ ചെയ്യാൻ വേണ്ടി എല്ലാം എടുത്ത് വെച്ചു. ബട്ട് ആ ജവാന്റെയും ബെർമുഡയുടെ ഒക്കെ ഒരു എഫക്ട്സ് ഇപ്പോഴും ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നതാണെന്ന് തന്നെ തോന്നിയില്ല. അത് കാരണം ഇന്ന് ചെറിയൊരു ബിയറിന് ഒരു ചെറിയൊരു റിഫ്രഷ്മെന്റ്, അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് പരിപാടി നടക്കാം. കമോൺ ഗൈസ്. ഗൈസ്, അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ അതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ബെർമുഡ അടിച്ചപ്പോൾ ചെറുതായിട്ട് റിലേ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ മറന്നുപോയെന്ന് പറഞ്ഞില്ലേ? അതിനകത്ത് ഒരു കാര്യം എല്ലാവരും ഓർമ്മയുണ്ടല്ല. ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇതുപോലൊരു ചാനൽ തുടങ്ങുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം പോപ്പുലാരിറ്റിക്ക് വന്നു കഴിഞ്ഞാൽ പോട്ടെ, അത് ഭാവിയിൽ ഉണ്ടായേക്കുന്ന കാര്യം. ഇപ്പൊ അറ്റ് പ്രസന്റ് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ നമ്മളിപ്പോൾ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഡ്രങ്കൻജിയും കൂടെ ഇപ്പോഴത്തെ കാര്യമില്ല, കുറച്ച് നാൾക്ക് മുമ്പുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒരു ബാറിൽ ഇതുപോലെ ഷൂട്ടിങ്ങിന് പോയി. അപ്പോഴേക്കും അവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും അവിടുത്തെ ഏതോ ഒരു സെറ്റ് പിള്ളേർ ഇടാ മദ്യപാനി എന്നും പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് പരിചയപ്പെടുകയും അങ്ങനെയുള്ള കുറച്ച് സീക്വൻസുകൾ ഉണ്ടായി. ഗായ്സ്, ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ പബ്ലിസിറ്റിയാണ് അവിടെ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ മദ്യപാനി, ഈ ഒരു ചാനൽ, എൻ്റെ പേരെന്താണ് മദ്യപാനി. അപ്പോൾ പബ്ലിക്കായിട്ട് നമ്മളിങ്ങനെ പോകുമ്പോൾ, ഞാനും ഡ്രങ്കൻജിയും കൂടെ പോകുമ്പോൾ മദ്യപാനി എന്നാ ഡ്രങ്കൻ എന്നാ എന്ത് പണ്ടാരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നോട്ടെ, നമുക്ക് ഒരു വിഷയമില്ല. നമുക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം ഏതൊരു യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചോളം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഇതുപോലെ മദ്യപാനി എന്നും പറഞ്ഞുകൊണ്ട് ഓരോ സെറ്റ് ആൾക്കാരല്ല ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിലൊരു ഇഷ്യൂ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അത് പ്രശ്നമല്ലേ? കാരണം നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ വെള്ളവടി ചാനലാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു കുടികാരനാണ് പബ്ലിക്കലി. അപ്പോൾ അങ്ങനെ ഒരു പേര് വിളിച്ചോണ്ട് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമായിരുന്നു ഇനിഷ്യലി. പിന്നെയാണ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഇതുപോലെ ഫാമിലിയായിട്ട് അമ്മയും വീട്ടുകാരും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ മദ്യപാനിന്ന് വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാലുള്ള സിറ്റുവേഷനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആലോചിച്ചു ഇതുപോലെ എന്താണ് നമ്മുടെ ചാനലിന്റെ പേര് മാറ്റാൻ. ചാനലിന്റെ പേരല്ല,
എന്നെ പറയുന്നത് എന്നെ അഭിസംബോധന ചെയ്യുന്ന മദ്യപാനി എന്ന് മാറ്റിയിട്ട് മിസ്റ്റർ എക്സ് എന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ പേര് കൊടുക്കാം, ഈ മദ്യപാനി എന്നുള്ളത് മാറ്റാമെന്നൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ പിന്നീടല്ല അപ്പം തന്നെ ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യമുണ്ട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ എന്നെ വിളിക്കുന്നതാണ്, മനസ്സിൽ തൊട്ട് വിളിക്കുന്നതാണ് മദ്യപാനി. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോടുള്ള അടുപ്പം കുറയും. അല്ലെ, നിങ്ങൾക്ക് എന്നോടുള്ള പോലല്ല, എനിക്ക് നിങ്ങളോടുള്ള അടുപ്പവും ചിലപ്പോൾ കുറഞ്ഞിരിക്കാം. അത് നിങ്ങളുമായിട്ടുള്ള ബന്ധം കുറയ്ക്കുന്നതിനും നശിപ്പിക്കുന്നതിനുമായിട്ടുള്ള ഒന്നും മദ്യപാനി ചെയ്യില്ല. സോ മദ്യപാനി വിൽ ബി മദ്യപാനി. As always, I'm gonna finish this off. For you. So guys, അടുത്ത റൗണ്ട് മൈക്ക് വെടിക്കുള്ള പൂക്കുറ്റി മദ്യപാനി പൊട്ടിക്കാൻ പോവാണ്. എവിടെ ഈ കുറച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കിടക്കുന്നേ ഉള്ളൂ ഗായ്സ്. സോ മദ്യപാനി ഒഴിപ്പിക്കട്ടെ, സോറി ഒഴിക്കട്ടെ. മതി. എന്നാലും പദവിട്ടുള്ള കളിയില്ലല്ലേ മോനെ. മദ്യപാനി പറഞ്ഞല്ലോ, മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനൽ നമ്മളൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴല്ല, ഫെബ്രുവരിയിലായിരിക്കും. ഡേറ്റ് ഒന്നും ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടില്ല. ഞാനും ഡ്രാഗനും ആലോചിക്കുന്ന കാര്യമുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ ചാനൽ ഇതിനു മുമ്പ് ഒരു വട്ടം പറയുന്നുണ്ട്, നമ്മളൊരു കേരള തമിഴ്നാട് വെള്ളവടി ട്രിപ്പ്, തണ്ണി ട്രിപ്പ്. ഇത്തിരി തമിഴ് കേൾക്കട്ടെ അല്ലേ? നമ്മുടെ തമിഴ് മക്കളുടെ നാട്ടിലേക്ക് മദ്യപാനിയും ഡ്രങ്കഡും ചെല്ലുന്നുണ്ട് മക്കളെ. വെള്ളം അടിക്കാൻ, അടിച്ച് പൂസാവാൻ. നമ്മുടെ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ അവിടെ പബ്ലിക്കായിട്ട് നമുക്ക് വെള്ളം അടിക്കാൻ പറ്റുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി തമിഴ് മക്കളുടെ മണ്ണില് അടിച്ച് പൂസായി തണ്ണി അടിക്കാൻ പോകണം മക്കളെ. അത് ഡേറ്റ് ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല. ഡേറ്റ് എന്തായാലും താമസിയാതെ പറഞ്ഞായിരിക്കും. എനി ഹൗ, ഫെബ്രുവരി 2022 ഞാനും ഡ്രങ്കഡും തമിഴ്നാട്ടിലുണ്ടാവും. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺ. എനിക്കൊരു സംശയം, കാരണം വേറെ കൊണ്ടല്ല, കഴിഞ്ഞ ദിവസം ഇന്ന് എനിക്ക് വാട്സാപ്പിൽ എന്റെ ഒരു സബ്സ്ക്രൈബർ അയച്ചെന്നൊരു കാര്യമാണ്. ഈ കാണുന്ന കാര്യമാണ്. ഈ സാധനം ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഉള്ള കാര്യമാണോ ഇത്? ഇതിന്റെ പേര് നിങ്ങൾ കണ്ടല്ലോ. പേര് ഞാൻ ഒരിക്കലും പറയില്ല, കാരണം പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എന്നെ ഇടിക്കും. ഞാൻ നിങ്ങൾ അങ്ങ് ഉടായി പിറക്കുവാണെന്ന് വെച്ചോണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ പേര് കണ്ടല്ലോ. ഈ സാധനം ശരിക്കും ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല. പുതിയ ഐറ്റം ആണെന്നാണ് ഉമ്മാർ പറയുന്നത്. അപ്പൊ എന്നിരുന്നാലും നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് എനിക്കത് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം. കാരണം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണല്ലോ. ഉണ്ടെങ്കിൽ തീർച്ചയായും മദ്യപാനി അത് റിവ്യൂ ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ബ്രാൻഡിന് വേണ്ടിയിട്ട്, ഈ ബ്രാൻഡിന്റെ പേരിന് വേണ്ടിയിട്ട് മദ്യപാനി അടിക്കുകയാണ്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ കരുതുന്നു. അതുപോലെ എന്നെ പരിചയപ്പെടുത്തിയ പുതിയ ബ്രാൻഡും, ആ ബ്രാൻഡിന്റെ പേര് ഞാൻ പറയില്ല. അതിന്റെ മലയാള പദം ഒരു ബാഡ് വേർഡാണ്, ഒരു കട്ടത്തെറിയാണ്. അതുകൊണ്ട് ചുരുളിയാവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അല്ല ഡ്രാഗൺ ചെയ്യും. അതുകൊണ്ട് പുതിയൊരു ബ്രാൻഡ് വരുന്നവരെ ഞങ്ങൾ ഇത് അടിക്കാൻ പോവാണ്. Cheers with you. So guys, പുതിയൊരു ബ്രാൻഡുമായി നമ്മൾ അടുത്ത വീഡിയോ കാണും. അതുവരെ cheers guys and good night.